ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഒരു മാസത്തിലേറെ ആയിട്ടുണ്ടാവും വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം മടിയാണ്, രണ്ടാമത്തെ കാര്യം റെസിപ്പികളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. പിന്നെ പൂരം വേല ഒക്കെ ആയി, തിരക്കൊക്കെ ആയി, പിന്നെ അങ്ങനെ മടി പിടിച്ചു എന്ന് തന്നെ പറയാം. അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നത്. ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ളൊരു പണിയിലാണ് കേട്ടോ. വെയിലൊക്കെ പോയി തുടങ്ങി, മെയ് മാസമൊക്കെ ആയി. പ്രാവശ്യം ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വൈകി കേട്ടോ. ഇന്നലെയാണ് മുളക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടാട്ടം ഇടാൻ പോവുകയാണ്. മുളക് കൊണ്ടാട്ടം തൈരിലൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കണം. മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്നും കൂടെ വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. കാരണം മുളക് വാങ്ങിയിട്ട് വേസ്റ്റ് ആകുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഞങ്ങളൊരു 5 കിലോ മുളക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഈ വെയിലത്തൊന്ന് പരത്തിയിടണം. കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വാടി കിട്ടണം കേട്ടോ, വെയിൽ കൊണ്ടിട്ട്. അപ്പോൾ ആ മുളകൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പം മുളകൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിയ മുളക്, 5 കിലോ മുളക്. നല്ല മുളകാണ് കേട്ടോ. ഇതിൽ കേട് വന്നതോ ചീഞ്ഞതോ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല മുളകായിരുന്നു. അപ്പോൾ കിലോ 60 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ പ്രോഗ്രാമിന് പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ടിട്ട് വണ്ടിയിൽ ഇങ്ങനെ വിൽക്കണ കണ്ടപ്പോൾ ഏട്ടൻ അങ്ങനെ വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം മുളകൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ഞാൻ പുറത്ത് പോയി ബക്കറ്റിലിട്ടിട്ടാണ് കേട്ടോ കഴുകാറ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുണ്ട്. 5 കിലോ 6 കിലോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ടെറസിൻ്റെ മുകളിലാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഉണക്കാറ്. ഇപ്രാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ കാരണം മഴയൊക്കെ വരുന്നുണ്ടല്ലോ, ഉച്ച കഴിഞ്ഞാൽ കാലാവസ്ഥയൊക്കെ മാറും. അപ്പോൾ പെട്ടെന്ന് മഴ ചാറിക്കഴിഞ്ഞാൽ എനിക്ക് ഓടിപ്പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മേശ വെച്ചിട്ട്, ഇവിടെയും നല്ല വെയിലാണ് കേട്ടോ. ഒരു 3 മണി വരെയൊക്കെ നല്ല വെയിൽ കിട്ടും. പക്ഷെ ഇപ്പോൾ പൊതുവേ ഒരു ഉച്ച കഴിഞ്ഞാലൊക്കെ മങ്ങി തുടങ്ങുമല്ലോ, ചിലപ്പോൾ ചാറും. അപ്പോൾ അത് നമ്മൾ അറിയില്ല കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കിടന്നെണീറ്റു. ഒരു 3 മണിയൊക്കെ ആവാറായപ്പോൾ എനിക്ക് സമാധാനമില്ലാണ്ട് പുറത്തേക്ക് ഒന്ന് നോക്കിയിട്ടോ. അപ്പോഴേക്കും നല്ല മഴക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്താണ്ട് അറിയണുണ്ട് എന്നറിയില്ല. പിന്നെ ഞാനൊരു സന്ധ്യയൊക്കെ ആയപ്പോൾ ഞാനത് മുളക് കുത്തിയിടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഈ പാത്രത്തിൽ ചിലപ്പോൾ കൊള്ളില്ല, 2 പാത്രം വേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ മുളക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുകയാണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മോരും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള മോര് ഞാൻ പാല് വാങ്ങി തിളപ്പിച്ച് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഇന്നലെ. അപ്പം ഞാൻ മോരൊക്കെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പാത്രങ്ങളായിട്ട് ഇടാമെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം തന്നെ മുളകൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഉപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഈ മോരും കൂടി പാകത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ഞാൻ എല്ലാം 2 പാത്രത്തിലാക്കി മോരൊഴിച്ചു, ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ചു കേട്ടോ. ഇനി ഇത് എല്ലാ ദിവസവും എടുത്ത് നമ്മളൊന്ന് ഇളക്കി വെക്കണം കേട്ടോ. കാരണം ഈ തൈരും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞ് മുളകിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങും കേട്ടോ. അപ്പം നമ്മളെടുത്ത് വെയിലത്ത് ഇടാൻ തുടങ്ങാം. പിന്നെ അത് ഒരു വെള്ള നിറത്തിലേക്കൊക്കെ മുളക് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ വെയിലത്തേക്കൊക്കെ ഇടാം. അപ്പോൾ ഈ മുളക് കൊണ്ടാട്ടത്തിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഒരു 7, 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാത്രിക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇന്നിപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഇന്ന് ദോശയും ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ തലയുടെ ഭാഗം കാണാനില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കേട്ടോ എൻ്റെ തലയുടെ ഭാഗത്തേക്ക് കാണാനില്ല എന്നൊക്കെ മനസ്സിലായത്. പിന്നെ ഞാനത് കളയണ്ട, ഇതിൽ ആഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടോ, അതൊക്കെ കറക്റ്റ് ചെയ്ത് വീഡിയോ എടുത്ത് തന്നെ. ഇന്നാളൊരു ദിവസം ഞങ്ങൾ ഒരു ചായക്കടയിൽ പോയപ്പോൾ അവിടെ ദോശയ്ക്കൊരു ഉള്ളിച്ചമ്മന്തി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ടേസ്റ്റ് മാത്രമല്ല, അതിന് നല്ലൊരു കളറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കിയോന്നറിയില്ല. അപ്പം ഞാനിന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് മുളക് നന്നായിട്ട് കളറ് മാറുന്ന വരെ മൂപ്പിച്ചെടുത്തു. പക്ഷേ സബോള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മുളകിൻ്റെ കളറായിരിക്കാം അങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് അരച്ചെടുത്തു കേട്ടോ. പക്ഷെ കളറൊന്നും അതുപോലെ വന്നില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 2 പേരും കൂടി കഴിക്കാനോട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്കുണ്ടല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം
അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കറണ്ട് വന്നതിന് ശേഷമാണ് ദോശയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഉള്ളിച്ചമ്മന്തി. കളറ് അത്ര വന്നില്ല എന്നേ ഉള്ളൂ, ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ദോശയൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.